നമ്മൾ വീട്ടിൽ പപ്പടമൊക്കെ വാങ്ങത്തില്ലേ? അപ്പോൾ ഈ പപ്പടമൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, നിങ്ങളിങ്ങനെ കറി വെച്ച് നോക്കിയിട്ടുണ്ടോ? നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ചോറിന് വേറെ ഒരു കറിയും വേണ്ട. പപ്പടം ഉണ്ടെങ്കിൽ ഒരു 2, 3 പപ്പടം ഉണ്ടെങ്കിൽ ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് കറി ഉണ്ടാക്കി എടുത്ത് വെച്ച് നോക്കാം കേട്ടോ. ചോറിന് വേറൊരു കറി ഇല്ലെങ്കിൽ പോലും നല്ല ടേസ്റ്റാണ്. അപ്പം ഈ ഒരു കറി ഒരു 3, 4 ദിവസം ഇരുന്നാലും കേട് വരത്തില്ല. കാരണം നല്ല രീതിയിൽ സെറ്റായിട്ട് വന്നു കഴിഞ്ഞപ്പം നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് ചുവന്നുള്ളി എടുക്കാം, അല്ലെങ്കിൽ സവാള എടുക്കാം കേട്ടോ. അപ്പം സവാള ആയതുകൊണ്ട് ഞാനിപ്പോൾ ഒരു സവാള എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് സ്ക്വയർ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അതിനകത്തേക്ക് ഒരു 4, 5 വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞ് മാറ്റിയെടുത്ത് വെക്കണേ. ഇനിയുണ്ടല്ലോ ചട്ടിയിലേക്ക് നമുക്ക് കുറച്ച് കടുക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പൊട്ടിച്ചെടുക്കണം കേട്ടോ. പൊട്ടിച്ചെടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാവേ. ഇപ്പോൾ 2 പൊട്ടി വന്നു കഴിയുമ്പം നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള ഉണ്ടല്ലോ, ഈ സവാളയും വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വയന്ന് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് അതിനകത്തേക്ക് മസാലക്കൂട്ടുകൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് ഞാൻ വഴറ്റിയില്ല, ചെറുതായിട്ടൊന്ന് വയന്ന് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഈ സെൻറ്റർ ഭാഗത്തോട്ടേക്ക് ഇത്തിരി സവാള മാറ്റി വെച്ചിട്ട് ആ എണ്ണയിലേക്ക് 1 സ്പൂണോളം മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/2 സ്പൂണോളം മുളക് പൊടിയും ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ മല്ലിയുടെ മല്ലിക്കുത്തും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. വയന്ന് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഉണ്ടല്ലോ ഒരു നല്ല പഴുത്ത തക്കാളി ഉണ്ടെങ്കിൽ തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു നമ്മൾ സാധാ ചമ്മന്തിക്ക് കരയ്ക്കുന്ന പുളി ഉണ്ടല്ലോ, ആ പുളി ജസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് നമ്മൾ ആ വയറ്റി വെച്ചേക്കുന്ന കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ചാറ് എന്തോരാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ചാറ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. കാരണം ആ ഒരു തക്കാളിയുടെയും എല്ലാത്തിൻ്റെ ഒരു ഇതുണ്ടല്ലോ ഒന്ന് കുറുകി ഒന്ന് സെറ്റായി വരട്ടെ കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഒന്ന് ചെറുത് രീതിയിലൊന്ന് ഇതായി വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ ആ പൊരിച്ച് കോരി മാറ്റി വെച്ചേക്കുന്ന പപ്പടം ഉണ്ടല്ലോ, ആ പപ്പടം നമുക്ക് ചെറുതായിട്ടൊന്ന് ഒടിച്ചെടുത്തിട്ട് ആ ഒടിച്ചെടുത്ത് വെച്ചേക്കുന്ന പപ്പടം ജസ്റ്റ് ഇതുപോലെ അങ്ങോട്ട് കൊട്ടാവേ. ഇത് ഞാനിപ്പോൾ ഒരു 4, 5ഓളം പപ്പടമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തല്ല ഒടിച്ചിട്ടു കേട്ടോ പൊരിച്ച പപ്പടം. എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ആ ഒരു കറിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫുള്ളായിട്ടൊന്ന് സെറ്റ് ആവാനായിട്ട് ഇതിൽ തന്നെ ഒന്നൊരു 2-3 മിനിറ്റ് നേരം ഒന്ന് കിടന്ന് സെറ്റ് ആവാനായിട്ട് തിളയ്ക്കാനായിട്ട് ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് നമുക്ക് ഒത്തിരി കറിവേപ്പില മുകളിൽ തുള്ളി കൊടുക്കാം കേട്ടോ. എന്നിട്ട് മൂടി വെച്ചിട്ട് നമുക്കൊരു 3-4 മിനിറ്റ് നേരം കഴിഞ്ഞുമ്പോൾ തുറന്ന് നോക്കാം കേട്ടോ. നല്ല മണമാണേ. നല്ല രീതിയിൽ തന്നെ ഇത് നല്ല നമ്മൾ പുളിയൊക്കെ ഒഴിച്ച് എടുത്ത് വെച്ചേക്കുന്നത് കൊണ്ട് തന്നെ സെറ്റായി വന്നു കഴിയുമ്പം ചെറിയൊരു പുളിപ്പും ഉണ്ടാവും. എന്നാൽ ആ പപ്പടത്തിൻ്റെതായ രീതിയിൽ നല്ലൊരു ടേസ്റ്റുമാണ് ഈ കറിക്ക് കേട്ടോ. അപ്പോൾ ചാറ് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ ഇതുപോലെ തന്നെ എടുക്കാം. ഇത്തിരി കായപ്പൊടി ഉണ്ടെങ്കിൽ കായപ്പൊടിയും കൂടി ജസ്റ്റ് ഒന്ന് കുടഞ്ഞിട്ടതിന് ശേഷം ഇതുപോലെ അങ്ങോട്ട് കോരിയിട്ട് ചോറിലേക്ക് എടുത്ത് അങ്ങോട്ട് ഒഴിച്ച് കഴിക്കാനായിട്ട് അടിപൊളി കറിയാണ്. നമുക്ക് വേറെ കറിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ പോലും ഈ ഒരു കറി മതി ചോറിനാണ് കേട്ടോ. അപ്പോൾ പപ്പടം വാങ്ങുമ്പോൾ ഉണ്ടാക്കി നോക്ക്. നല്ലൊരു വീഡിയോ വേണ്ടി കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ എല്ലാ മരങ്ങളൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ. ഇതുപോലെ ടിപ്സ് വീഡിയോസിൻ്റെ പേജ് ഫോളോ ചെയ്യുക.